നമ്മുടെ നാട്ടിലെ അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദയനീയരായ മനുഷ്യരോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കാൻ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ഗവൺമെന്റിനും ഒന്നാമത്തെ ഉത്തരവാദിത്തമുണ്ട് എന്ന് ആ പൂക്കി മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. ആളെ മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ പഴയ മന്ത്രി ആർ ബിന്ദു. പലരും കണ്ടു കാണും ഈ ഒരു വീഡിയോ. അതായത് കിഴക്കമ്പലം പാരിത്തുകാവിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം രാഷ്ട്രീയ വിഷയമാക്കാൻ CPM ഒരുങ്ങിയിരിക്കുകയാണല്ലോ. വിഷയം പുതിയ UDF സർക്കാരിന്റെ തലയിലേക്ക് ചാരി സ്വന്തം ഭാഗം സുരക്ഷിതമാക്കാനും അതുവഴി തുടക്കം മുതൽ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുമാണ് CPMന്റെ ശ്രമം. പാരിത്തുകാവ് കുടിയൊഴിപ്പിക്കലിനെതിരെ രാഷ്ട്രീയ പ്രതിഷേധം CPM ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ വാർത്തകളെല്ലാം നിങ്ങൾ കണ്ടതുമാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി P. രാജീവും മറ്റൊരു പരിപാടിയിൽ മുൻ മന്ത്രിയായിരുന്ന ആർ ബിന്ദുവും UDF സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. അതിലെ ആ ബിന്ദുവിന്റെ വിമർശനമാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. അധികാരത്തിലേറി 3-ാം നാൾ പാവങ്ങളെ കുടിയൊഴിപ്പിച്ച് പെരുവഴിയിലാക്കാൻ സർക്കാർ കൂട്ടുനിന്നു എന്നാണ് ഈ നേതാക്കളുടെ ആരോപണം. പക്ഷേ തിരിച്ച് 58 വർഷം പഴക്കമുള്ള കേസിൽ കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ച CPM നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ CPMന് ഉത്തരമുണ്ടാകില്ല. കേസിൽ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി കോടതി വിധിയുണ്ടായതും 3 വർഷം മുൻപ് പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ 2023-ലായിരുന്നു. 5 വർഷം MLAയും മന്ത്രിയുമായിരുന്നിട്ടും പാരിത്തുകാവുകാർക്ക് വേണ്ടി ചെറുവിരൽ അനക്കാൻ രാജീവോ ബിന്ദുവോ തയ്യാറായോ? കഴിഞ്ഞ തവണ കിഴക്കമ്പലത്തിന്റെ MLA ആയിരുന്ന PV ശ്രീനിജിനെതിരെയും അവിടെ വിമർശനം ഉയരുന്നുണ്ട്. അധികാരമേറ്റ് 3 ദിവസം പോലും തികയും മുൻപ് UDF സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് കുടിയൊഴിപ്പിക്കൽ നടപ്പാക്കാൻ ശ്രമിച്ചുവെന്നാണ് CPM ആരോപിക്കുന്നത്. നടപടികൾ പൂർത്തീകരിച്ച് പരിഹാരം കാണുന്നതുവരെ കാത്തുനിൽക്കാതെ ബലപ്രയോഗം നടത്തുകയാണ് സർക്കാർ. ഭരണകൂടം മാറി എന്ന് കരുതി ദളിതരെ ബലം പ്രയോഗിച്ച് കുടിയിറക്കാമെന്നാണ് കരുതുന്നത് എങ്കിൽ ജനകീയ മുന്നേറ്റം അത് അംഗീകരിക്കില്ല എന്നുകൂടി P. രാജീവ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്നു രാജീവ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ജനതയെ ജനാധിപത്യപരമായി സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് മന്ത്രിയായിരുന്ന ആർ ബിന്ദുവും പറയുന്നു. സംഘർഷത്തിന് തൊട്ടു പിന്നാലെ മുൻ MLAയും CPM നേതാവുമായ PV ശ്രീനിജനും സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധിച്ച് സ്ഥലത്തെത്തി. 10 വർഷം അധികാരം കയ്യിൽ കിട്ടിയിട്ട് എന്തേ ഒന്നും ചെയ്യാതിരുന്നത് എന്ന ചോദ്യത്തിന് CPMന് മറുപടി ഉണ്ടാകില്ല. കാരണം CPM സർക്കാർ തന്നെയാണ് ആ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്തത് എന്ന ആക്ഷേപം ഏറെ മുൻപേ ശക്തമാണ്. എന്നിട്ടും ഇപ്പോൾ വീണ്ടും സമരത്തിന് മുന്നിൽ കയറി നിൽക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനല്ലാതെ മറ്റെന്തിനാണ്? മലയിടം തുരുത്ത് കണ്ണോത്ത് ശങ്കരൻ നായർ എന്ന സ്വകാര്യ വ്യക്തി 6 പതിറ്റാണ്ട് മുൻപാണ് ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ച് കോടതിയെ സമീപിച്ചത്. മലയിടം തുരുത്തിലെ കാളക്കുറുമ്പൻ 2.65 ഏക്കർ ഭൂമി അന്യായമായി കയ്യേറി എന്നാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത്. 58 വർഷം നീണ്ട നിയമ പോരാട്ടം സുപ്രീം കോടതി വരെ നീണ്ടു. 2023 സുപ്രീം കോടതി ശങ്കരൻ നായർക്ക് അനുകൂലമായി വിധി പറഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ മലയിടം തുരുത്തിൽ പലപ്പോഴായി 15 തവണ അഭിഭാഷക കമ്മീഷന്റെ നേതൃത്വത്തിൽ അധികൃതർ മലയിടം തുരുത്തിലുണ്ട്. റവന്യൂ പോലീസ് വിഭാഗങ്ങളെയും ഒപ്പം കൂട്ടിയാണ് ഓരോ തവണയും കമ്മീഷൻ എത്തുന്നത്. പക്ഷേ ഓരോ തവണയും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ മടങ്ങിപ്പോകുകയാണ് ചെയ്യുന്നത്. 100 വർഷത്തിലേറെയായി തങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിയില്ല എന്നാണ് ഇക്കാര്യത്തിൽ ഉന്നതിയിലുള്ളവരുടെ നിലപാട്. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉന്നതിയിലുള്ളവർക്ക് വേണ്ടി ഒരു ഇടപെടൽ പോലും നടത്താൻ തയ്യാറാകാത്ത CPM ഇപ്പോൾ ഉന്നതിയിലുള്ളവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് രംഗത്ത് വരുന്നത് ഇരട്ടത്താപ്പാണ്, രാഷ്ട്രീയമാണ്, സർക്കാരിനെ ബോധപൂർവം ആക്രമിക്കാനുള്ള കുടില തന്ത്രമാണ്. 3 ദിവസം മുൻപ് ഉന്നതി ഒഴിപ്പിക്കാനായി എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷം അരങ്ങേറിയിരുന്നു. ഏറെ നേരം നീണ്ടുനിന്ന സംഘർഷത്തിൽ കുട്ടികളും സ്ത്രീകളും എല്ലാം ഉൾപ്പെട്ടതോടെ വിഷയം സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായി. പിന്നീടാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ടതും പോലീസ് പിന്മാറിയതും. ഒരു വിധത്തിലും ബലപ്രയോഗം ഉണ്ടാകരുത് എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നിട്ടും അവിടെ ബലപ്രയോഗം നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രത്യേകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. 2023 സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം 14 തവണ ഒഴിപ്പിക്കലിനായി അഭിഭാഷക കമ്മീഷൻ അവിടെ എത്തിയതാണ്. അപ്പോഴെല്ലാം പ്രതിഷേധമുണ്ടാകുകയും കമ്മീഷനും പോലീസും പിരിഞ്ഞു പോവുകയും ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള സംഘർഷമാണ് കഴിഞ്ഞ ദിവസം നടന്നത്.
പതിവിന് വിപരീതമാണ് എന്നതുകൊണ്ട് തന്നെ സർക്കാരും കരുതലോടെയാണ് ഈ സവിശേഷ സാഹചര്യത്തെ സമീപിക്കുന്നത്. ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കുകയാണ് സർക്കാർ നയമെന്നും പോലീസ് നടപടികൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാറും പ്രതികരിച്ചിരുന്നു. മലയിടം ദുരത്തിലെ താമസക്കാർക്കൊപ്പമാണ് സർക്കാരെന്നും കേസ് നടത്തിപ്പിൽ പ്രശ്നമുണ്ടെന്നും സർക്കാർ നേരിട്ട് കോടതിയിൽ ഇടപെടും എന്നുമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണും പറഞ്ഞത്. എന്നാൽ ഇതുപോലൊരു നടപടിയോ നിലപാടോ സ്വീകരിക്കാൻ അധികാരമുണ്ടായിരുന്ന കാലത്ത് CPM ശ്രമിച്ചിട്ടില്ല, ഇപ്പോഴും ശ്രമിക്കുന്നില്ല. സർക്കാർ എന്ന നിലയ്ക്കോ CPM രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്കോ ഒരു നിയമപരമായ നീക്കവും CPM അക്കാലത്ത് നടത്തിയിട്ടില്ല. അതല്ലെങ്കിൽ 2023 കോടതി വിധി വന്നപ്പോൾ തന്നെ കോടതി വിധിയിൽ അപാകതയുണ്ടെങ്കിൽ സർക്കാരിന് കോടതിയെ സമീപിക്കാമായിരുന്നു. ഇന്ന് UDF സർക്കാർ സ്വീകരിച്ച നിലപാട് അന്ന് LDF സർക്കാരിനെ സ്വീകരിക്കാമായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അന്ന് സർക്കാർ എന്ന നിലയ്ക്ക് ഒഴിപ്പിക്കലിനെത്തുന്ന അഭിഭാഷക കമ്മീഷനെ സഹായത്തിന് പോലീസിനെ വിട്ടുകൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഒടുക്കം തങ്ങൾ സമരക്കാർക്കൊപ്പം എന്ന് കാണിക്കാൻ CPMകാരെ വിട്ട് ഒഴിപ്പിക്കൽ തടയുകയും ചെയ്യുന്നു. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന നടപടിയാണ് ഇതെന്നാണ് സ്ഥലം MLA VP സജീന്ദ്രൻ വിശേഷിപ്പിച്ചത്. സർക്കാരുമായുള്ള ചർച്ചയിൽ ഉന്നതിയിലുള്ള കുടുംബങ്ങളും തൃപ്തരാണ്.